ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറുപയറും മത്തങ്ങയും വെച്ചിട്ട് നല്ലൊരു എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ വറുത്ത് ചേർക്കുന്നുണ്ട്. അങ്ങനെ വറുത്ത് ചേർക്കുമ്പോഴേ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഓണം പോലുള്ള വിശേഷ അവസരങ്ങളിലും അല്ലാത്തപ്പോഴും നമുക്ക് ഇതുപോലുള്ള എരിശ്ശേരി ഉണ്ടാക്കാം. ചെറിയൊരു മത്തങ്ങ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കടയിൽ പോയാൽ ഏത് വലുപ്പത്തിലുള്ള മത്തങ്ങ വേണേലും വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ 125 ml കപ്പിൽ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകിയ ശേഷം കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. പയറളന്ന അതേ കപ്പിൽ തന്നെ 1.25 കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 കപ്പിലും കുറവാണ് കേട്ടോ. എരിശ്ശേരിക്കാകുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. പുട്ടിൻ്റെ കൂടെ പയർ വേവിച്ച് കഴിക്കുമ്പോൾ ഈ ഒരു അളവിൽ വെള്ളം വെച്ചാൽ മതി. ഒരു വിസിൽ വന്ന ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കി 4 വിസിൽ വന്നതും ഓഫ് ചെയ്യാം. പയർ കഴുകി ഉടനെ തന്നെ അങ്ങ് വേവിക്കാൻ വയ്ക്കുക, കുതിർത്തിട്ടില്ല. ഇനി നമുക്ക് മത്തങ്ങ മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ മത്തങ്ങയുടെ പേര് സൂര്യമുഖി എന്നാണ് കടക്കാർ പറഞ്ഞത്. എന്താണേലും നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പണ്ടൊക്കെ വലിയ മത്തങ്ങയല്ലേ നമ്മൾ മുറിച്ചെടുക്കുന്നത്. 4 വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പാകത്തിന്. വെള്ളവും നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. കഷ്ണങ്ങളിട്ട ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇത് കുറച്ച് കട്ടിയിലുള്ള എരിശ്ശേരി ഉണ്ടാക്കുന്നത്. ലൂസായിട്ടുള്ളതാണെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണം. ഇനി ഇതിൽ 2 വിസിൽ വന്നതും ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങയും ജീരകം പൊടിച്ച 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇപ്പോൾ പൊടിച്ച ജീരകം ഇല്ലെങ്കിൽ അല്ലാത്തായാലും മതി. ഇതെല്ലാം കൂടെ ഇളക്കിയ ശേഷം 3 അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം ചേർക്കാം. കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി ഒന്ന് മുറിച്ച് ചേർത്തിട്ടുണ്ട്. തേങ്ങയും കൂടെ ചേർത്തതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു തരിയോട് കൂടി ഒന്ന് അരച്ചെടുക്കണം. മത്തങ്ങയൊക്കെ പെട്ടെന്ന് വെന്തോളും. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി കുക്കറിലുള്ള വെള്ളം കളഞ്ഞ ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പയറും കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വേകണം. വെന്തങ്ങ് ഉടഞ്ഞ് കലങ്ങുകയും ചെയ്യരുത്. തേങ്ങ ഇതുപോലെ കുറച്ച് തരിയായിട്ട് വേണം അരച്ചെടുക്കേണ്ടത്. തീരെ അങ്ങ് നൈസാക്കരുത്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഇളക്കി നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പുമൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് ചേർത്തിട്ട് എരിശ്ശേരി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കടുക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു മണം കിട്ടും എരിശ്ശേരിക്ക്. ഇനി 3-4 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 3 വറ്റൽമുളക് മുറിച്ചതും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ചെറിയ തീയിൽ ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. എരിശ്ശേരി വയ്ക്കുമ്പോൾ തേങ്ങ നല്ലതുപോലെ വറുത്ത് ചേർക്കണം. ഇതിപ്പോൾ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ജീരകത്തിൻ്റെയും നെയ്യുടെയൊക്കെ നല്ലൊരു മണമുണ്ട്. കട്ടിയിൽ തന്നെ എരിശ്ശേരി ഇരിക്കുന്ന കറിയായിട്ട് വയ്ക്കരുത്. ഇതിനൊക്കെ കുറച്ചുകൂടി ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. ഒരുപാട് അങ്ങ് വെള്ളമായി പോകരുത്. ഇതിപ്പം 3-4 പേർക്കൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള അത്രയുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂടെ തൊട്ടിട്ട് ചപ്പാത്തി കഴിക്കാനും നല്ലതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. വീണ്ടും കാണാം. താങ്ക്